നമസ്കാരമോൾ. മലേഷ്യയിലെ പ്രശസ്തമായ ജെൻഡിങ് ഹൈലൻഡ്സിൽ നിന്നും കേബിൾ കാർ വഴി മനോഹരമായ ചിൻസിൻ ടെമ്പിളിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയിലുള്ളത്. മലേഷ്യയിലെ കുളിരണിഞ്ഞ മലനിരകൾക്ക് മുകളിലൂടെ ഒരു കിടിലൻ യാത്ര. ഞാനിപ്പോൾ ജെൻഡിങ് ഹൈലൻഡ്സിൽ നിന്നുള്ള മടക്കയാത്രയിലാണ്. അവാന സ്കൈവേ കേബിൾ കാറിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ കോടമഞ്ഞ് മൂടിയ ഒരു പച്ചക്കടൽ കാണാം. വിൻഡോയിലൂടെ തണുത്ത കാറ്റ് മുഖത്തടിക്കുന്ന ആ ഫീൽ അത് അനുഭവിച്ചു തന്നെ അറിയണം. ഏതാണ്ട് 10 മിനിറ്റോളം നീളുന്ന ഈ യാത്രയിൽ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പെട്ടെന്നാണ് മഞ്ഞന്മറ നീക്കി ആ അത്ഭുതം മുന്നിൽ തെളിയുന്നത്. അതാണ് പ്രശസ്തമായ ചിൻസ്വിൻ കേവ്സ് ടെമ്പിൾ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറച്ചു പേർ എൻ്റെ ഒപ്പം ഈ കേബിൾ കാറിലുണ്ട്. ചിൻസ്വിൻ സ്റ്റേഷനിൽ കേബിൾ കാർ നിർത്തുമ്പോൾ നമുക്കിവിടെ ഇറങ്ങാം. അതേ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ ദർശനം കഴിഞ്ഞ് യാത്ര തുടരാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സമുദ്രനിരപ്പിൽ നിന്ന് 4600 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചൈനീസ് ക്ഷേത്രം നിങ്ങളെ മറ്റൊരു ലോകത്തെത്തിക്കും. ഈ 9 നില പഗോഡയും കൂറ്റൻ ബുദ്ധപ്രതിമയും ഇവിടുത്തെ ശാന്തതയും ശരിക്കും മനസ്സ് നിറയ്ക്കും. അങ്ങനെ ഞങ്ങൾ ചിൻസ്വിൻ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു തണുത്ത കാറ്റും മഞ്ഞുമാണ്. മുന്നോട്ട് നടക്കുമ്പോൾ തീരെ ക്രൗഡഡ് അല്ലാത്ത ഒരു സ്റ്റേഷൻ. പുറത്തേക്കുള്ള കാഴ്ചയിൽ പഗോഡയും നീണ്ട നിരയിലുള്ള കേബിൾ കാറുടെ സഞ്ചാരവും. നല്ല വൃത്തിയുള്ള സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുവാൻ നീളമുള്ള എക്സലേറ്ററുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രായമായവർക്കും കുട്ടികൾക്കും ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ക്ഷേത്രത്തിലേക്ക് എത്താം. ടൂർ മാനേജറിൻ്റെയും ഗൈഡിൻ്റെയും നിർദ്ദേശപ്രകാരം മുകൾ നിലയിലുള്ള ടെമ്പിൾ റൂട്ട് മാപ്പിന് മുന്നിൽ എത്താനും അവിടെ ഗൈഡിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഉണ്ടാകുമെന്നറിഞ്ഞ് ഞങ്ങൾ ടെമ്പിൾ ചാർട്ടിന് മുന്നിലെത്തി. എക്സലേറ്ററുകൾ വഴി അമ്പലത്തിലെത്തുന്നതും അവിടുത്തെ മെയിൻ അട്രാക്ഷൻസുമാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മെയിൻ അട്രാക്ഷനായ ഫൗണ്ടർ സ്റ്റാച്യു ഉണ്ട്, ചിൻസ്വിൻ അമ്പലം, പിന്നെ ചിൻസ്വിൻ ഗാലറി, വലിയ ജയൻ ബുദ്ധ, പിന്നെ ബുദ്ധ ഹാൾ ഉണ്ട്, പിന്നെ ജുവാനിൻ സ്റ്റാച്യു ഉണ്ട്, പഗോഡകളുണ്ട്, പിന്നെ സ്വാഡ് ടെസ്റ്റിംഗ് ബോൾഡർ ഉണ്ട്, ഒബ്സർവേഷൻ ടവറും. അതുപോലെ ചെറിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർഫോള്, 8 ഫെയറീസ്, പിന്നെ വിഷിംഗ് ബെല്ല്, ഡോഫിൻ ബുദ്ധ, 18 ഇമോഷൽസ്, 10 ഹെൽ ചാമ്പേഴ്സ്. അങ്ങനെ ഗൈഡ് എത്തിയിരിക്കുന്നു. ബാക്കി ഗൈഡ് ഡീറ്റെയിൽ ആയി പറയും. Welcome to Chinswin Temple. So நீங்க பாத்தீங்கன்னா இதுதான் மேப். நம்ம அந்த மேல இருக்கோம். So இது வந்து escalatorல அப்படியே கீழே ஏறுவோம். Escalator will take about 5 to 8 minutes. கீழே மேல வரதுக்கு 5 to 8 minutes. So I'm going to give you 30 minutes for you to go around. So now is 2:52. 3:30 இங்க நான் உங்களை பார்க்கிறேன். வீட்டுக்கு போய் நீங்க ഗൈഡ് പറഞ്ഞ പ്രകാരം 7-8 എക്സലേറ്ററുകൾ പിന്നിട്ടാലേ നമ്മൾക്ക് ക്ഷേത്രത്തിലെത്താൻ പറ്റുള്ളൂ. നല്ല നീളമുള്ള എക്സലേറ്റർ, ഏകദേശം 100 മീറ്ററിലധികമുണ്ട് ഓരോ എക്സലേറ്ററിൻ്റെയും നീളം. ഇത്രയും വൃത്തിയുള്ള എക്സലേറ്ററും ഇത്രയും വൃത്തിയുള്ള പരിസരവും കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലും ഇതുപോലെ ഏർപ്പെടുത്തിയാൽ പ്രായമുള്ളവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും സുഗമമായി ഭഗവാന്റെ ദർശനം ലഭിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോൾ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും അടി ഉയരത്തിൽ, ഏകദേശം 4000-ന് മുകളിൽ ഉയരത്തിലുള്ള ഈ ക്ഷേത്രം, പ്രത്യേകിച്ചൊരു 9 നിലകളുള്ള ഗോപുരം തന്നെ ഒരു പ്രത്യേകിച്ചൊരു പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒരു മിക്സായിട്ട് നമുക്കൊരു പ്രത്യേക ഫീലും അതേപോലെ ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ നിർമ്മാണ ചരിത്രം. ജെൻഡിങ് ഹൈലൻഡിൻ്റെ സ്ഥാപകനായ ടാൻ ശ്രീ ലിംഗ് ഗോത്വാങ് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി. ചൈനയിലെ ഫ്യൂജിയാൻ പ്രവിശ്യയിലുള്ള ചിൻസ്വി എന്ന സന്യാസിയുടെ ഓർമ്മയ്ക്കാണ് അദ്ദേഹം ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 1970കളുടെ മധ്യത്തിലാണ് ഈ ആശയം ഉടലെടുക്കുന്നത്. എന്നാൽ കരിങ്കല്ലുകൾ നിറഞ്ഞതും കുത്തനെയുള്ളതുമായ മലഞ്ചെരിവുകൾ നിർമ്മാണത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. ചിൻസ്വി എന്ന സന്യാസിയുടെ പ്രത്യേകത എന്നാൽ അദ്ദേഹം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ അത്ഭുത ശക്തിയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. റോഡുകളോ
മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത ആ കാലത്ത് നിർമ്മാണ സാമഗ്രികൾ ഇവിടെ എത്തിക്കുക എന്ന അത്യന്തം ദുഷ്കരമായിരുന്നു. ക്രെയിനുകളോ വലിയ യന്ത്രങ്ങളോ ഉപയോഗിക്കാൻ കഴിയാത്ത അത്രയും ദുർഘടമായ പ്രദേശമായിരുന്നു ഇവിടെ. 18 വർഷത്തോളം നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് 1994 28 ഏക്കറോളം വരുന്ന ഈ ക്ഷേത്രം പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടതും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തതും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് 9 നിലകളുള്ള പഗോഡ. ചൈനീസ് വാസ്തുവിദ്യയുടെ മനോഹരമായ പ്രതീകമാണ് ഈ പഗോഡകൾ. കൂടാതെ 15 അടി ഉയരമുള്ള ബുദ്ധപ്രതിമയും മലനിരകൾക്ക് അഭിമുഖമായി നിൽക്കുന്ന കൺഫ്യൂഷ്യസ്, ലാവോത്സു എന്നിവരുടെ പ്രതിമകളും ഇവിടെ കാണാം. കൂടാതെ സന്ദർശകർക്കായിട്ട് ഇവിടെ പുതിയ നിർമ്മിച്ചിട്ടുള്ള ചിൻസ്വി കേവ്സ് ടെമ്പിൾ ഗാലറിയും ധ്യാനത്തിനായിട്ട് കിങ്ഹ ഹാളും വളരെ ആകർഷണം ഉള്ളതാണ്. അതിനൊപ്പം ഈ കോടമഞ്ഞും ശാന്തമായ അന്തരീക്ഷവും പ്രത്യേകിച്ചൊരു മെഡിറ്റീവ് ഫീലാണ് നമുക്ക് കിട്ടുക ഈ ക്ഷേത്രത്തിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ. ഇതിൻ്റെ മുന്നേ ചൈനീസ് കോസ്റ്റ്യൂമിൽ സേവ് ദ ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് RM60 ചാർജ്, അതായത് ഇന്ത്യയിൽ 2000 രൂപയോളം വരും. ചൈനീസ് കോസ്റ്റ്യൂമിന് മാത്രമേ ഉള്ളൂ. ഈ അമ്പലത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഗൗതമ ബുദ്ധൻ്റെ പ്രധാന ശിഷ്യന്മാരും ആത്മീയ ഉണർവ് പ്രാപിച്ച പരമമായ മോക്ഷം നേടിയവരുമായ 18 ലുവോഹാനുകളുടെ ശില്പങ്ങളാണിവ. സാധാരണ ദൈവവിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യസഹജമായ ഭാവങ്ങളോടെയാണ് ഈ കൽപ്രതിമകൾ കുത്തിവരിച്ചിരിക്കുന്നത്. ഇതിൽ ഇടതുഭാഗത്ത് കാണുന്ന നീണ്ട പുരികങ്ങളുള്ള താടിക്ക് കൈയും കൊടുത്ത് ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്ന അസീത ലുവോഹാനെയാണ്. നടുവിലായി ലൗകികമായ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തനായി കൽത്തറയിൽ ഒന്ന് ചെരിഞ്ഞ് വിശ്രമിക്കുന്ന ഭാവത്തിലുള്ള രൂപവും കാണാം. വലതുഭാഗത്താട്ടെ കയ്യിൽ ഒരു വടിയും പിടിച്ച് ശാന്തതയുടെ പ്രതീകമായി കാവൽ നിൽക്കുന്നത് പോലെ മറ്റൊരു സന്യാസി വര്യനും. ഈ പ്രതിമകൾക്ക് പിന്നാലെ ചുവരിൽ കാണുന്ന സുവർണ ഫലകങ്ങളിൽ ചൈനീസ്, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇവരുടെ പേരും ഇവർ ചെയ്ത പുണ്യപ്രവൃത്തികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിന് വല്ലാത്തൊരു ശാന്തത നൽകുന്ന ഒന്നാണ് മലനിരകളിൽ നടുവിൽ ഈ മനോഹരമായ ശില്പഭംഗി. ഗ്ലേസ്ഡ് ഗ്ലാസ് ലോട്ടസ്, ക്രാഡിൽ ഓഫ് ലൈറ്റ്. ബുദ്ധമത തത്വചിന്തയിലെ ആത്മീയ പ്രകാശത്തെയും പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് ഈ താമരയും കുളമൊക്കെ. അതിലെ ഈ ഗ്ലേസ്ഡ് ഗ്ലാസ്, ആ ഒരു ഗ്ലാസ് ആണല്ലോ അങ്ങനെ നിൽക്കുന്നത്. ആ ഗ്ലാസ് എന്ന് പറയുന്നത് ബുദ്ധൻ്റെ മനസ്സിലുള്ള സ്ഫടികതുല്യമായ വ്യക്തിത്വത്തെയും അഴുക്കുകളുമൊന്നുമില്ലാത്ത ആത്മീയ പരിശുദ്ധിയെയാണ് ഇത് പറയുന്നത്. അതേപോലെ താമര നമുക്കറിയാം, ചെളിയിൽ നിന്നാണ് താമര ഉണ്ടായി വരുന്നത്. എന്നാൽ ആ താമര ചെടി ചളിയിലാണെങ്കിലും ആ താമര പൊന്തി വരുമ്പോൾ ഒരു ചെളിയും അതിൽ പറ്റിപ്പിടിക്കുന്നില്ല.
അതേപോലെ ഈ ലോകത്തിലെ ലൗകിക സുഖങ്ങളിൽ പെടാതെ നിർവ്വാണം പ്രാപിക്കുന്ന ബുദ്ധനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ക്രാഡിൽ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ പ്രസരിപ്പിക്കുന്ന ഒരു പ്രതീകം. അതായത് ബുദ്ധമതത്തിലെ വിളക്കുകളില്ലേ, ഏതൊരു മതത്തിലെ വിളക്കുകൾ എന്ന് പറഞ്ഞാൽ അജ്ഞതയെ അകറ്റിയിട്ട് ജ്ഞാനോദയം നൽകണമെന്ന് പറഞ്ഞില്ലേ. ഹിന്ദു മതത്തിലൊരു പ്രാർത്ഥനയുണ്ട്, ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാൽ ചക്ഷുരുന്മിലിതം യേന തസ്മേ ശ്രീ ഗുരുവേ നമഃ. അതേപോലെ ശാന്തമായി ധ്യാനിച്ചിരിക്കുന്ന അമിതാഭ ബുദ്ധൻ്റെ കൂറ്റൻ പ്രതിമയാണിത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രത്യേക സമാധാനം തോന്നും. ജേണി ടു എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയത്തിലേക്കുള്ള യാത്ര, ജേണി ടു എൻലൈറ്റ്മെൻറ്റ് എന്നർത്ഥമാക്കുന്ന ഈ പാത ബുദ്ധമത തത്വചിന്തകളെയും സദാചാര പാഠങ്ങളെയും അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നരകത്തിൻ്റെ അറകൾ, ചേംബേഴ്സ് ഓഫ് ഹെൽ, ഈ പാതയിലൂടെ നടക്കുമ്പോൾ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പരലോകത്തിൽ ലഭിക്കാവുന്ന ശിക്ഷകൾ. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പറയില്ലേ, ഇന്നെ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും, ഇന്നെ പോയാൽ നരകത്ത് പോകും എന്നുള്ള ആ ഒരു സീൻസ്, അതായത് ചൈനീസ് ബുദ്ധിസ്റ്റ് ഉള്ള പുരാണങ്ങളിലെയും ബുദ്ധമതത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുന്നതിലുള്ള ശില്പങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഓരോ ശില്പങ്ങൾ ഓരോ സന്ദേശങ്ങൾ നൽകുകയാണ്. ചൈനീസ് പുരാണം ഇങ്ങനെ തന്നെ ചെയ്ത് തെറ്റായ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലെത്തും, സ്വർഗത്തിലെത്തും എന്നൊക്കെ. സ്വർഗവും ശാന്തി അതുമാണ്. ഈ പാതയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു second hell chamber is a controller of the reviving hell located beneath the south view geostone on the great ocean. സമാധാനവും ശാന്തിയും പ്രകടമാകുന്ന പ്രതിമകളും പ്രകൃതി ദൃശ്യങ്ങളും വരുന്നുണ്ട്. ഒടുവിൽ ഈ പാത അവസാനിക്കുന്നത് മലനിരകൾക്കും അഭിമുഖമായി നിൽക്കുന്ന ഭീമാകാരമായ ബുദ്ധപ്രതിമയുടെ മുന്നിലാണ്. അതാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് കാരണം.
earth will be heaven. And all if all will be thinking like that. വെറും ഒരു കാഴ്ച എന്നതിലുപരി ചൈനീസ് സംസ്കാരത്തെയും പ്രകൃതി ഭംഗിയെയും അടുത്തറിയാൻ പറ്റിയ ഒരിടമാണ് ചിൻസ്യൂൺ ടെമ്പിൾ. ഇനി നമുക്ക് തിരികെ സ്റ്റേഷനിലേക്ക് നടക്കാം. യാത്ര ഇനിയും ബാക്കിയുണ്ട്.